സ്വർണ്ണപ്പാളി വിവാദം അടക്കം UDF വലിയ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചടിയാകും. സ്വർണ്ണപ്പാളി പ്രശ്നം ഇതിനെന്താണ്? അത് നിയമപരമായ നടപടികളല്ലേ? ആ നിയമപരമായ നടപടികൾ അതിശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും അനധികൃതമായി കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അനധികൃതമല്ല, കളവ് അനധികൃതം തന്നെയാണല്ലോ. കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന പ്രശ്നമല്ല. കളവ് ചെയ്തവർ ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർ ശിക്ഷിക്കപ്പെടണം. അവരൊരു തരത്തിലും സംരക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ അയ്യപ്പ സ്വാമിക്ക് അവിടെ സംഭാവന നൽകുന്നത്, മറ്റ് സ്വർണവും മറ്റ് കാര്യങ്ങളും എല്ലാം നൽകുന്നത് ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടാണ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സ്വീകരിച്ചു വരുന്നത്. അതിന് വ്യത്യസ്തമായ നിലപാട് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാട്, നിയമ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. അന്വേഷണ നടപടികൾ, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ശക്തമായി തുടരുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ചുള്ള നിലപാട് നമുക്ക് കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത്. ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചില സംരക്ഷണങ്ങൾ കിട്ടുന്നു എന്ന രീതിയിൽ ആർക്ക്? ഇടതുപക്ഷ പ്രചരണം എന്തെല്ലാം നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് അതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരഴിമതിക്കും ഒരു കളവിനും കൂട്ടു നിൽക്കില്ല. ശബരിമലയിലെ സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ പക്ഷത്താണ് ഗവൺമെൻറ്. അതിനാവശ്യമായ എല്ലാ നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാട്.